ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ മുരിങ്ങേൻ്റെ സൂപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പരിപ്പും ചീരൻ്റെലയും വെച്ചിട്ടുള്ളൊരു സൂപ്പും അതേപോലെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എനിക്ക് സ്റ്റൊമക്കിൽ അസുഖമുള്ളത് കാരണം തന്നെ അയൺ ഡെഫിഷ്യൻസി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരയ്ക്ക് ഇലക്കറികളെല്ലാം കഴിക്കുന്നുണ്ട്. ഇലക്കറികൾ മീൻസ് എനിക്ക് ദഹനത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഇതുപോലെ സൂപ്പാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഈ ചീര മഞ്ഞൾപ്പൊടിയും ഉപ്പുള്ള വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം അതൊന്ന് നല്ലോണം കട്ട് ചെയ്തെടുത്ത് വെക്കുക. അതിന് ശേഷം ഒരു ബൗളിൽ പരിപ്പ് എടുത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ചീര ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചീര കുറഞ്ഞ വേവിൽ ആയാൽ മതി കേട്ടോ. പരിപ്പ് നല്ലോണം വേവിച്ചെടുക്കുകയും വേണം. അപ്പോൾ പരിപ്പ് കുറച്ച് വെന്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടൊരു പാന് ചൂടാക്കിയിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി, ഞാൻ എല്ലാ ഉപ്പേരിയിലും വെളുത്തുള്ളിയാണ് കേട്ടോ ആഡ് ചെയ്യൽ. വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളിങ്ങനെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി അതിലിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സൂപ്പ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടോ അങ്ങനെയെല്ലാം ചിലപ്പോൾ ചോദിക്കാൻ മതി കേട്ടോ. അപ്പോൾ ടേസ്റ്റ് അല്ല മുഖ്യം. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡിലെല്ലാം ആഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ പരിപ്പ് പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ മാക്സിമം ഫുഡിൽ ആഡ് ചെയ്യണം കേട്ടോ. കീമോയുടെ സമയത്ത് നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒഴിച്ചാലും നമുക്ക് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് ആ ബുദ്ധിമുട്ട് മാറണമെന്നില്ല. പക്ഷേ കീമോയുടെ സമയത്ത് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം എന്നാണ്. അപ്പോൾ ഈ പയറുവർഗ്ഗങ്ങൾ കടലെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ടും മുളപ്പിച്ചിട്ടും വേവിച്ച് കഴിക്കുക കേട്ടോ നല്ലത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കീമോയുടെ മരുന്നിൻ്റെ ആ ഒരു സമയത്ത് നമ്മളെ കൗണ്ടെല്ലാം കുറഞ്ഞു പോവാറുണ്ടല്ലോ. അപ്പോൾ പിന്നീട് ഒരു കോശനിർമ്മിതിക്ക് നമുക്ക് പ്രോട്ടീനുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ആഹാരത്തിൽ പയറുവർഗ്ഗങ്ങൾ, മുട്ട, കോഴിയിറച്ചി, പാല് എല്ലാം കഴിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ. 12:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത്. അല്ലെങ്കിൽ എനിക്കുള്ള ഫുഡ് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ടാണ് കഴിച്ചിട്ട് പോയത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതിൻ്റെ ശേഷം ബ്ലഡ് ടെസ്റ്റ്, പിക്ക് ലൈൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഡേ കെയർ എന്നാണ് കേട്ടോ എനിക്കിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അഡ്മിറ്റായിട്ട് കീമോയുടെ സമയത്ത് എടുക്കുമ്പോൾ റൂമിൽ നിന്ന് 1.5 മണിക്കൂർ കൊണ്ടൊക്കെയാണ് മെഡിസിൻ തീരലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ തിരക്കായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തീർത്ത് തരും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരുപാട് ബില്ലെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ അവിടെ പോയി എടുത്ത് പിന്നെ ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കഴിക്കാനായിട്ട് വെള്ളവും ഫ്രൂട്ട്സെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് MVR കഫേയിൽ ഇരുന്നിട്ട് അതെല്ലാം കഴിച്ച് കുറച്ച് സമയം അവിടുന്ന് റെസ്റ്റെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോക്കാണ്. തിരിച്ചു വരുമ്പോൾ മാവൂർ വഴിയായിട്ട് വരിക. അവിടെയാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ മാസങ്ങളായാലും എല്ലാവരും കണ്ടിട്ട്. അങ്ങനെയുള്ള ചിലരെല്ലാം വഴിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം നെല്ലിക്ക ജ്യൂസ് കുടിച്ച്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് മട്ട അവിലാണ് കേട്ടോ. മട്ട അവിൽ റോബസ്റ്റ് അതേപോലെ സീഡ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് പിന്നെ ശർക്കര എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടോ. വീട്ടിൽ എന്നെ കാണാനായിട്ട് യൂട്യൂബ് വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. സുറുമി ബ്രോസ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അതിൽ സുറുമിത്ത വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടു തന്ന ഗിഫ്റ്റാണ് കേട്ടോ അത്. അവരവരെ ചാനൽ വഴി ഇതേപോലെ ചുരിദാർ, നൈറ്റി മെറ്റീരിയലെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, ഒന്ന് കയറി നോക്കണേ. അവരെ ഞാൻ മുന്നേ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. യൂട്യൂബിലും അവരെ ഫേസൊന്നും കാണലില്ലായിരുന്നു. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിക്കുകയെല്ലാം ചെയ്യും.
പിന്നീടാണ് അവരെനിക്ക് അസുഖങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവർ ഇപ്പോൾ 2 തവണ വീട്ടിൽ വന്നിട്ടോ, വീട്ടിൽ വന്ന് കുറേ നേരം സംസാരിച്ച് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. രാത്രിയിൽ എന്തെങ്കിലും സാലഡൊക്കെ ആയിട്ട് കഴിക്കൽ. സാലഡ് ഞാൻ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കൽ. കാരണം ഇൻഫെക്ഷൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് വേവിക്കാത്ത ഭക്ഷണത്തിലാണ്. അതുകൊണ്ട് കുക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യൽ. ഇപ്പോൾ ഞാനിതാ മഷ്റൂമും ബ്രോക്കലിയും വെച്ചിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടുള്ള വെള്ളത്തിൽ 2 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണേ. ബ്രോക്കലി ഞാൻ സ്റ്റീം ചെയ്തെടുക്കലാണ് കേട്ടോ. പക്ഷേ ഈ മഷ്റൂമിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് അത് വെള്ളത്തിലൊന്ന് 2ഉം കൂടെ കുക്ക് ചെയ്തെടുത്ത ശേഷം കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, അതേപോലെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് തയ്യാറാക്കിയെടുത്തു കേട്ടോ. രാത്രിയിൽ 9 മണിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഞാൻ കീമോയുടെ ടാബ്ലറ്റും കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ മുന്നോട്ടേക്കുള്ള ട്രീറ്റ്മെൻറ്റിന് സഹായമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.